നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് ജാമ്യം. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അറസ്റ്റിലായ 12 പേർക്ക് ജാമ്യം അനുവദിച്ചത്. അരുൺ രാജ് വിവരങ്ങളും ചേരുന്നു. അരുൺ, എന്തായിരുന്നു SFI പ്രവർത്തകർക്കെതിരായ പ്രോസിക്യൂഷൻ വാദം? ജാമ്യത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്താണ്, അരുൺ? ഹാഷ്മി, അല്പസമയം മുമ്പാണ് കൊട്ടാരക്കര കോടതി 2 മജിസ്ട്രേറ്റ് കോടതി 2 ഈ കേസ് പരിഗണിച്ചത്. ഗവർണർക്കെതിരെ നിലമേലിൽ നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി 12 SFI പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പ്രവർത്തകർക്കെതിരെ 124 നിലനിൽക്കില്ല. ഗവർണറെയോ രാഷ്ട്രപതിയോ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന വകുപ്പാണ് ഇത്. ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. ഈ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളും അതുപോലെ തന്നെ അന്നത്തെ CCTV ദൃശ്യങ്ങളടക്കം ഇക്കാര്യത്തിൽ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചു. പ്രതികൾ ഒരാൾ പോലും ഗവർണറെ ആക്രമിക്കുകയോ ഗവർണറുടെ വാഹനത്തിനടുത്തേക്കോ പോയിട്ടില്ല. ഇത് അത്തരത്തിൽ ഈ കേസ് നിലനിൽക്കില്ല എന്നതായിരുന്നു പ്രധാനമായും പ്രതിഭാഗം കോടതി അറിയിച്ചത്. തുടർന്നാണ് കോടതി ഈ കേസിൽ 12 പ്രവർത്തകർക്കും SFI പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചിട്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ കേസിൽ 124 എങ്ങനെ വന്നു എന്ന ചോദ്യം പോലും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ കേസിൽ പോലീസ് ചുമത്തിയിരിക്കുന്ന 124 ഇന്ന് കോടതി ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ 12 SFI പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചിട്ടുള്ള ഉത്തരവാണ് കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതി 2 ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അരുൺ രാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അറസ്റ്റിലായ 12 SFI പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു.